മാത്രമല്ല ആത്മാവ് എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒന്നാണ്. ആ ആത്മാവിന് ദൈവിക ശക്തി നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്യുന്നത്. അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരുപാട് പേരുണ്ട്. അത് നെഗറ്റീവ് ശക്തികളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചിന്താഗതികളിലൂടെ നമുക്കത് തടസ്സപ്പെടുന്നുണ്ടാകും. അതല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമുക്കത് തുടരുവാൻ സാധിക്കുന്നില്ലായിരിക്കും. ഇങ്ങനെ പലർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇതൊന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭഗവാനിലേക്ക് അടുക്കും തോറും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയായിരിക്കും പോകുന്നത്. എന്നാലും നമ്മൾ നമ്മുടെ ആ ഒരു വിശ്വാസം കൈവിടാതെ ഭഗവാനിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ നമ്മുടെ കർമ്മഫലങ്ങളെല്ലാം ഇല്ലാതായി പോവുകയും ഭഗവാനിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. മാത്രം